കേസ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ലോങ്സ്റ്റ് സബ്സ്ട്രിങ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ്. ഇതൊരു ലീഡ് കോഡിലെ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു അപ്രോച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗിവൺ എ സ്ട്രിങ് എസ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് സബ്സ്ട്രിങ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ്. അപ്പം ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് എസ് ഈക്വൽ ടു ഒരു സ്ട്രിങ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രിങ്ങിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലോങ്ങസ്റ്റ് സബ്സ്ട്രിങ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഓരോ ഐറ്റവും വാലിഡേറ്റ് ചെയ്യണം. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വരാത്ത ഏറ്റവും ലെങ്ത് കൂടിയ സ്ട്രിങ് ഏതാണ്. അപ്പോൾ ഇത് നമുക്ക് സ്ലൈഡിംഗ് വിൻഡോ ടെക്നിക്ക് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഏറ്റവും കൂടിയ ലെങ്ത് ഉള്ള വിൻഡോ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബേസിക്കലി നമ്മൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ABC ആണ് ഇതിലെ ഏറ്റവും വലിയ സബ്സ്ട്രിങ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് A എടുത്തു. A എടുത്തപ്പം വിൻഡോ സൈസ് 1 ആണ്. B എടുത്തപ്പോൾ വിൻഡോ സൈസ് 2 ആയി. C എടുത്തപ്പോൾ വിൻഡോ സൈസ് 3 ആയി. വീണ്ടും A വന്നപ്പം ഇവിടെ ഒരു റിപ്പീറ്റേഷൻ വന്നു. അപ്പോൾ നമുക്ക് ഈ വിൻഡോ വാലിഡ് അല്ല. അപ്പോൾ കറണ്ട് മാക്സ് സൈസ് 3 ആണ്, വിൻഡോ വാലിഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സ്ലൈഡിംഗ് വിൻഡോ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും, വിൻഡോ എൻഡ് ചെയ്യുന്ന വേറൊരു പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ റിപ്പീറ്റേഷൻ വരുമ്പോൾ നമ്മൾ വിൻഡോ സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്ന് കുറക്കുവാണ്. ഓക്കെ, ഇപ്പം ഈ വിൻഡോ ചൂസ് ചെയ്യുന്നു. അതായത് റിപ്പീറ്റേഷൻ വരുമ്പോൾ നമ്മൾ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒന്ന് പ്ലസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ വിൻഡോ നമ്മൾ എടുത്ത് വാലിഡേറ്റ് ചെയ്ത് പോകണം. അതിൻ്റെ കൂടെ നമ്മുടെ മാക്സ് സൈസും കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടിയ വിൻഡോ കിട്ടും. ഓക്കെ, അപ്പം ഞാനിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്കിതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് ട്രാക്ക് ചെയ്യാൻ നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേഷനൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഹാഷ് മാപ്പ് വേണം. അപ്പോൾ ലെറ്റ്സ് ഡിഫൈൻ, നമുക്കൊരു ഹാഷ് മാപ്പ് ഡിഫൈൻ ചെയ്യാം. സബ്സ്ട്രിങ് മാപ്പ് ഈക്വൽ ടു ന്യൂ മാപ്പ്. ഓക്കെ, നമുക്കൊരു മാപ്പ് ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ലൈഡിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം. അപ്പം നമ്മൾ L എന്ന് പറയുന്ന വേരിയബിളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 0 ഇൻഡെക്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മാക്സ് സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ വേണം. മാക്സ് സൈസ് ഈക്വൽ ടു നമുക്ക് ഇനീഷ്യലി 0 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു ഫോർ ലൂപ്പ് വെച്ച് നമ്മുടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് I is equal to 0, I less than S I plus plus. ഓക്കെ, ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇൻസൈഡ് ലൂപ്പ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം നമുക്ക് മാപ്പിൽ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് മാപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം SI. നമ്മൾ മാപ്പിൽ ഇൻസേർട്ട് ചെയ്യുന്നത് ഇൻഡെക്സ് ആണ്. ഓക്കെ, നമുക്കതിൻ്റെ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡെക്സ് ആണ് നമ്മുടെ മാപ്പിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ മാക്സ് സൈസ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, മാക്സ് സൈസ് ഇസ് ഈക്വൽ ടു മാക്സ് നമുക്ക് മാക്സ് എന്നിട്ട് ഇതിൽ പ്രീവിയസ് മാക്സ് സൈസ് ആൻഡ് നമ്മുടെ വിൻഡോ സൈസ്. ഇപ്പോൾ സ്ലൈഡിംഗ് വിൻഡോയിൽ വിൻഡോ സൈസ് കാണാൻ നമ്മൾ നമ്മുടെ ഇക്വേഷനായ നമുക്ക് I മൈനസ് നമ്മുടെ L പ്ലസ് 1. ഇത് ബേസിക്കലി നമ്മൾ I എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും I അല്ല. ഓക്കെ, കറക്റ്റ്, I മൈനസ് L. അതായത് I സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ല. I എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് പോയിൻ്ററാണ്. അതായത് വിൻഡോൻ്റെ ലാസ്റ്റ് പോർഷനാണ്, അതായത് ലാസ്റ്റ് എലമെൻ്റ് ആണ് I. L എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം I എന്ന് നമ്മൾ L കുറക്കുമ്പോൾ നമുക്ക് അതിനിടയിലുള്ള ഡിഫറൻസ് കിട്ടും. അതാണ് കറണ്ട് വിൻഡോ സൈസ്. അപ്പം നമ്മളിപ്പം I ഇൻഡെക്സ് ആയതുകൊണ്ടും നമുക്ക് +1 ചെയ്താൽ മാത്രമേ കറക്റ്റ് സൈസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് വിൻഡോ സൈസ് കാണാനുള്ളത്. അപ്പം
ബേസിക്കലി സ്ലൈഡിംഗ് വിൻഡോ ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അതിൻ്റെ സൈസൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോമാറ്റ് ഈ ഒരു ഇതിലാണ് നമ്മൾ സൈസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ മാപ്പിൽ ആഡ് ചെയ്തു, സൈസും അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ വൺസ് നമ്മൾ റിപ്പീറ്റേഷൻ വരുന്ന സമയത്ത് ഇഫ് നമ്മൾ നമ്മുടെ മാപ്പ് പോയിട്ട് നോക്കണം കറൻറ്റ് എലമെൻറ്റ് മാപ്പിലുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഹാസ് എസ് ആയി ഓക്കെ മാപ്പിലുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് പോയിൻ്റർ, അതായത് നമ്മുടെ വിൻഡോ സ്റ്റാർട്ടിങ് പോയിൻ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ എൽ അപ്ഡേറ്റ് ചെയ്യാം. എൽ ഈസ് ഈക്വൽ ടു മാത്മാക്സ് ആണ് വരിക. അപ്പം മാത്മാക്സിൽ നമ്മൾ നമ്മുടെ കറൻറ്റ് എലമെൻറ്റ്, അതായത് റിപ്പീറ്റായിട്ട് വന്ന എലമെൻറ്റ് ഓൾറെഡി നമ്മുടെ മാപ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻഡെക്സും അത് നമുക്ക് ഗെറ്റ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ വാല്യൂ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ സബ്സ്ട്രിങ്ങും ഈ ഒരു മാപ്പിൽ നിന്ന് നമുക്ക് ഈ എലമെൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ഇതിന് ഹാസ് അല്ല ഉപയോഗിക്കുക, ഗെറ്റാണ്. അപ്പോൾ ഈ മാപ്പ് നമുക്ക് ഗെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻഡെക്സാണ്, ഇതിൻ്റെ ഇൻഡെക്സാണ്. ഓക്കെ, അതിൻ്റെ ഇൻഡെക്സും നമുക്ക് എല്ലും. ഓക്കെ, ഇതിലെ മാക്സ് ആയിരിക്കും നമ്മുടെ കറൻറ്റ് എല്ലായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിതൊന്ന് കുറക്കണമല്ലോ. അപ്പം എൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡെക്സ് +1 വേണം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ സൈസ് നോക്കുന്നത് ഇൻഡെക്സ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ ആഡ് ചെയ്യണം, കാരണം ഇൻഡെക്സ് ആണ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ എക്സാക്റ്റ് ലെങ്ത് കിട്ടണമെങ്കിൽ +1 ചെയ്യാൻ മാത്രമേ ലെങ്ത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലെ മാക്സിമം ഉള്ളത് നമ്മൾ എല്ലിലേക്ക് എടുത്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് നമുക്ക് എല്ലിലേക്ക് എടുത്ത് വെച്ച ശേഷം നമ്മളെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ റിട്ടേൺ ചെയ്തിട്ടില്ല, നമുക്ക് ഒന്ന് റിട്ടേൺ ചെയ്യാം. മാക്സ് സൈസ് ഓക്കെ, ലെറ്റ്സ് ട്രൈ. ഓക്കെ, നമുക്ക് നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ എല്ലിലേക്ക് എടുത്ത് വെച്ചു. ആൻഡ് ദെൻ വി ഫോർഗോട്ട്. ഓക്കെ, നമ്മളിവിടെ നമ്മുടെ ലെങ്ത്ത് മിസ് ഔട്ടായി. സോ നമുക്ക് രണ്ടേ നോക്കാം. നമ്മുടെ ലൂപ്പിൽ ചെറിയൊരു ടൈപ്പോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബേസിക്കലി ഒരു സ്ലൈഡിംഗ് വിൻഡോ ആണ് യൂസിങ് ഹാഷ് മാപ്പ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.